നമസ്കാരം. ആർത്തവത്തെ അശുദ്ധമായിട്ടല്ല നമ്മൾ കാണുന്നത്. ആർത്തവം ആവുന്ന കുഞ്ഞിനെ പൂജിക്കുന്ന ഒരു ചടങ്ങ് നമുക്കുണ്ട്. ആദ്യമായിട്ട് ഋതുമതിയാകുന്ന പെൺകുട്ടിയെ 16ാമത്തെ നാളിൽ ദേവിയായിട്ട് ആരാധിക്കുന്ന ഒരു ചടങ്ങ് പലപ്പോഴും നമ്മൾ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അത് ചെയ്യാറില്ല. അതായത് അന്ന് കുട്ടി കൊടുക്കുന്ന സന്ദേശം ഇതാണ്: കുഞ്ഞെ, നിന്റെ ശരീരം അമ്മയാകുവാനുള്ള വരദാനത്തെ സിദ്ധിച്ചിരിക്കുന്നു. നിന്റെ പിതാവ് അർഹനായ പുരുഷനെ കണ്ടെത്തി കന്യാദാനം നിർവഹിച്ച് അവനിൽ നിന്നും സന്തതി പരമ്പരകളെ സ്വീകരിക്കൂ. അപ്പം ഈ ഒരു സന്ദേശം, ആർത്തവം എന്ന് പറഞ്ഞാൽ അമ്മയാകുവാനുള്ള വരദാനമാണ് എന്ന് കുഞ്ഞിൻ്റെ മനസ്സിൽ ഉറപ്പിക്കുവാൻ, പെൺകുട്ടിയുടെ മനസ്സിൽ ഉറപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഒന്ന്. ഉള്ളിൽ കിടക്കുന്നെല്ലാം ശുദ്ധമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ രക്തം, കഫം, മലം, മൂത്രം, എല്ലാ സംഗതികളുണ്ട്. ഇതെല്ലാം ഉള്ളിൽ കിടന്നാൽ ശുദ്ധമാണ്, പുറത്തേക്ക് വന്നാൽ ഇതെല്ലാം അശുദ്ധമാണ്. അതുകൊണ്ടാണ് ആർത്തവ സമയത്ത് നാം ഉപയോഗിക്കുന്ന പാഡ് നമ്മൾ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുകയോ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഷോക്കേസിൽ വെക്കുന്നില്ല. വിശുദ്ധമാണ് എങ്കിൽ, കാരണം നമ്മുടെ നാട്ടിലെ ഈ ശബരിമല വിഷയത്ത് എല്ലാവരുടെയും ഇത് ആർത്തവം വിശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധമായതൊരിക്കലും നമ്മൾ കത്തിച്ച് കളയില്ലല്ലോ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോയി കളയില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ അശുദ്ധമാണ്, ഉള്ളിൽ കിടക്കുമ്പോൾ ഇതൊക്കെ ശുദ്ധമാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ സമ്മതമില്ലാതെയാണ് ആർത്തവം. ഇപ്പോൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് മലമൂത്ര വിസർജ്യാദികളെല്ലാം മണിക്കൂറുകൾ പിടിച്ചു നിർത്തുവാൻ എല്ലാ മനുഷ്യനും കഴിയും. അതേ സമയത്ത് ഒരു സ്ത്രീക്ക് ആർത്തവത്തെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് 6 ദിവസം രക്തം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അസ്വസ്ഥതയാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അത് എന്താ പറയേണ്ടത്, ശരീരത്തിൻ്റെ ചൂടൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് പുതിയ സർക്കാർ 3 ദിവസത്തെ ആർത്തവ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ പെൺമക്കൾക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി ആർത്തവ സമയത്ത് വിളക്ക് വെക്കാൻ പാടുണ്ടോ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ തൊടാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴും വരുന്നുണ്ട്. ഈ ആർത്തവ സമയത്ത് വിളക്ക് വെക്കുന്നത് ബാഹ്യമായിട്ടാണ്. അതായത് പഞ്ചശുദ്ധികളിൽ ഒന്നാണ് ശരീരശുദ്ധി. ആർത്തവ സമയത്ത് ശരീരശുദ്ധി കുറവായതുകൊണ്ട് പൊതുവെ നമ്മൾ വിളക്ക് വെക്കാറില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. കാരണം പുസ്തകത്തിൻ്റെ പുറംചട്ട തൊടുന്നതുകൊണ്ടൊന്നും അശുദ്ധി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വിളക്ക് തൊട്ടുകൊണ്ട് അശുദ്ധി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അശുദ്ധിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ ആചാരപ്രകാരം നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. ഇപ്പം ഞാൻ എൻ്റെ മകള് ഇതൊന്നൊക്കെ ധിഖരിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ ഈ ആർത്തവ സമയത്ത് വിളക്ക് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാം മനസ്സ് വേദനിക്കും, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളുടെ മനസ്സ് വേദനിക്കും. അപ്പം നമ്മുടെ വിശ്വാസത്തിന് ശാസ്ത്രമുണ്ടോ യുക്തിയുണ്ടോ ഒന്നും അന്വേഷിച്ച് പോകേണ്ടത് വിശ്വാസമാണ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു എന്നത് സത്യമാണ്, നാളെ രാവിലെ എഴുന്നേൽക്കും എന്നത് വിശ്വാസമാണ്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് കിടന്നുറങ്ങുന്നുണ്ടല്ലോ, അത് വിശ്വാസമാണ്, ഡ്രൈവറുള്ള വിശ്വാസമാണ്. അപ്പം ഈ വിശ്വാസത്തിന് ശാസ്ത്രമുണ്ടോ യുക്തിയുണ്ടോ ഒന്നും ചോദിക്കണ്ട. അപ്പം ഇതെല്ലാം തന്നെ വിശ്വാസത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്, ആചാരങ്ങളിലാണ് ജീവിക്കുന്നത്. ആർത്തവ സമയം പരിപൂർണമായ റെസ്റ്റ് ഒരു സ്ത്രീക്ക് വിധിച്ചതുകൊണ്ട് അവളോട് ക്ഷേത്രത്തിൽ പോകേണ്ട, കല്യാണത്തിന് പോകേണ്ട, പൊതുസമൂഹത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ക്ഷേത്രം മാത്രമേ ആളുകൾ എടുത്തു പറയുള്ളൂ. എന്തുകൊണ്ടാണ് ആർത്തവ സമയത്ത് അമ്പലത്തിൽ പോയി കൂടാത്തത്? ആർത്തവ സമയത്ത് പൊതുസമൂഹത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല, കാരണം നിങ്ങൾക്ക് നല്ല റെസ്റ്റ് വേണം. എൻ്റെ അമ്മയൊക്കെ അന്നും ഈ അച്ഛമ്മയൊക്കെ പറയും ദൂരെയായി എന്നായിരുന്നു പറയാം. എന്ന് വെച്ചാൽ ആർത്തവ സമയത്ത് അവരൊരു ജോലിയും എടുക്കണ്ട, പുറത്ത് ചണയുടെ പായ വിരിച്ച് അവിടെ ഇരുന്ന് അവർക്ക് ഫ്രൂട്ട്സുകളും നട്ട്സുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പം അമ്മ ദൂരെയാകുവാൻ ഞങ്ങൾ കാത്തിരുന്നു. അതിൻ്റെ കാര്യം മറ്റൊന്നും ആയിരുന്നില്ല. ഞങ്ങൾക്ക് അമ്മക്ക് കൊടുക്കുന്ന കുറേ മുന്തിരിയും ആപ്പിളും ഫ്രൂട്ട്സൊക്കെ നട്ട്സൊക്കെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അപ്പം അതുകൊണ്ട് ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീക്ക് അങ്ങേയറ്റം പരിചരണം കൊടുക്കേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിയ ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആർത്തവത്തെ ബാഹ്യമായിട്ട് പുറത്തേക്ക് വരുന്ന രക്തമായിട്ട് കാണുമ്പോഴാണ് നമ്മുടെ പാഡുകൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയിക്കൂടെ എന്ന്, പണ്ട് തുണിയായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇത് ആന്തരികമായിട്ട് സ്ത്രീയെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, ശരീരോഷ്മാവ് വർദ്ധിക്കുന്ന, ജലനഷ്ടമുണ്ടാകുന്ന ഒരു ശാരീരിക പ്രക്രിയയാണ്. ആ സമയത്ത് അവർക്ക് റെസ്റ്റ് വേണം. എന്നാൽ നല്ല ചിന്തകളെ പ്രദാനം ചെയ്യുന്നതാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ. വിളക്ക് ബാഹ്യമായിട്ട് നമുക്ക് മറ്റൊരാൾക്ക് വെക്കാം. ഇപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരുണ്ട്, വിളക്കാർക്കും വെക്കാം. പക്ഷെ എനിക്ക് ഭഗവത്ഗീത വായിക്കണമെങ്കിൽ ഞാൻ വായിക്കണം, ഞാൻ പഠിക്കണം. അപ്പോൾ പഠിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് വളരുവാനും ഉയരുവാനും 6 ദിവസം ഞാൻ മാറ്റി വെക്കേണ്ടതില്ല. മറിച്ച് വിളക്ക് വെച്ച് കുറച്ചകലെ നിന്നുകൊണ്ട് നാമം ജപിക്കുവാൻ നിർബന്ധമായിട്ട് ചെയ്യണം. ആർത്തവ സമയത്ത് നാമം ജപിക്കണം, ആർത്തവ സമയത്ത് നന്നായിട്ട് വായിക്കണം. അതൊക്കെ വ്യക്തി വികാസത്തിനുള്ളതാണ്.
സാമൂഹ്യമായിട്ട് കുടുംബപരമായിട്ട് ചെയ്യുന്നതാണ് വിളക്ക് വെക്കൽ. അതൊക്കെ വീട്ടിൽ മറ്റൊരാൾക്ക് വെക്കാമല്ലോ, ഞാൻ തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ക്ഷേത്രത്തിൽ നമുക്ക് എല്ലാ ഞായറാഴ്ചയും ക്ഷേത്രത്തിൽ പോകണം അങ്ങനെയുള്ള നിബന്ധനകൾ നമുക്കില്ലാത്തതുകൊണ്ട് 6 ദിവസം ക്ഷേത്രത്തിൽ പോകേണ്ട, 24 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് ഈ 6 ദിവസം മാത്രമേ പോകേണ്ടതുള്ളൂ, 24 ദിവസം പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ അറിയിക്കുന്ന പുച്ഛത്തിൽ തള്ളിക്കളഞ്ഞേക്കുക. ഇപ്പോൾ നമ്മുടെ ബിന്ദു അമ്മിണിയും കനകദുർഗയോടും പറഞ്ഞിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്, നാട്ടിൽ ഇഷ്ടംപോലെ അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ടല്ലോ, പോയിക്കൂടെ എന്ന്. ഞങ്ങൾക്ക് അയ്യപ്പനിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ ശബരിമലയിൽ പോകും എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആർത്തവം അശുദ്ധമല്ല, മറിച്ച് ആർത്തവം എന്ന പ്രക്രിയ ശുദ്ധമാണ്. ആർത്തവ രക്തം പുറത്തേക്ക് വരുമ്പോൾ എല്ലാ മനുഷ്യനും ഉണ്ടാകുന്ന അശുദ്ധിയാണ് അത് എന്ന് മനസ്സിലാക്കുക. ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, അതായത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ ആ സമയത്ത് വായിക്കണം. അതിലൊരു തെറ്റും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ വീടിൻ്റെ സാഹചര്യത്തെ മനസ്സിലാക്കണം. ഈ സമയത്ത് രാമായണം വായിക്കുന്നത് തെറ്റാണെന്ന് ധരിക്കുന്ന ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ രാമായണത്തിൻ്റെ പേരിൽ കലഹം ഉണ്ടാവും. അപ്പം നമ്മൾ കാരണം നമ്മുടെ വീട്ടിൽ ഒരു കലഹവും ഇല്ലാതെ നോക്കണം. നമ്മൾ കാരണം വീട്ടിൽ സങ്കടം ഉണ്ടാകരുത്. രാമായണം പഠിക്കുന്ന എന്തിനാ? അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയ രാമൻ്റെ ചരിത്രമാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ ഹൃദയം പൊട്ടി മരിച്ചു പോയ രാജാവിൻ്റെ ചരിത്രമാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് രാമായണത്തിൻ്റെ പേരിൽ തല്ലുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖമായി തീരുന്നുവെങ്കിൽ ആ ആഗ്രഹത്തെ ഞാൻ ഉപേക്ഷിക്കുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത്. ഈ ബോധത്തിലേക്കും ആ കുഞ്ഞിനെ ഉയർത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. നമസ്തേ.